സംസ്ഥാനത്ത് കാടുമൂടി കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കുന്നതിന് ഉടമ തയ്യാറാകുന്നില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി ചിലവ് ഉടമയിൽ നിന്നും ഈടാക്കാൻ സർക്കാർ തീരുമാനം. ഇത് നടപ്പിലാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കർശന നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി ഉപ്പുതറയിൽ കാടുമൂടി കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉപ്പുതറ പഞ്ചായത്ത് ഭരണസമിതി. സംസ്ഥാനത്താകമാനം കാടും മൂടി കിടക്കുന്ന പറമ്പുകൾ ഉടമ വൃത്തിയാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി അതിന്റെ ചെലവ് ഉടമയിൽ നിന്നും ഈടാക്കാനുള്ള പഞ്ചായത്ത് രാജ് ചട്ടം കർശനമായി നടപ്പിലാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. കാട് പിടിച്ച പറമ്പുകൾ വൃത്തിയാക്കി പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി നടപടി സ്വീകരിക്കാൻ പറമ്പുകളുടെ ഉടമകൾക്കും നിർദ്ദേശം നൽകണമെന്നാണ് സർക്കാർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അയൽപക്കത്തെ കാട് കയറിക്കിടന്ന പറമ്പിൽ നിന്ന് വന്ന പാമ്പ് കടിയേറ്റ് 2021 മാർച്ച് 24-ന് 3 വയസ്സുകാരനായ കുട്ടി മരിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് കാട് പിടിച്ച പറമ്പുകൾ വൃത്തിയാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു വിധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത്തരം കാട് പിടിച്ച സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിന് 1994-ലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238, 239, 240 പ്രകാരം ഉടമകൾക്ക് നിർദ്ദേശം നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ കാടുകളുണ്ട് അല്ലെങ്കിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നതുകൊണ്ടും അടുത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെടുന്നതായിരിക്കും. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉത്തരവാദിത്തം തന്നെ ഇതിൻ്റെ നാശനഷ്ടങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അത് നിലവിൽ നമുക്കൊരു നിയമം ഉള്ളതാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടറി ഇതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ട് നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നോട്ടീസ് നൽകുകയും അതോടൊപ്പം തന്നെ അത് പണികൾ ചെയ്യുന്നില്ല എങ്കിൽ അത് പഞ്ചായത്ത് പണികൾ പൂർത്തീകരിക്കുകയും അത് ഈ ഉടമസ്ഥയിൽ നിന്ന് റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളോട് കൂടി ഈ പൈസ ഈടാക്കാനുള്ള ഒരു ക്രമീകരണവും നമുക്ക് ഗവൺമെൻറ് ഓർഡർ പ്രകാരം നമുക്ക് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രദേശത്ത് നമുക്ക് സ്വന്തമായിട്ടുള്ള കൃഷിയിടങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ അത് വൃത്തിയാക്കിയിടുകയും മറ്റ് ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത തരത്തിലോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. കാട് പിടിച്ച പറമ്പ് വ്യക്തിക്കോ കൃഷിക്കോ ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പഞ്ചായത്ത് കരുതുന്ന പക്ഷം ആ സ്വകാര്യ പറമ്പിലെ വൃക്ഷമോ ശാഖയോ മുറിച്ചു മാറ്റണമെന്നും കാട്ടുചെടികൾ, ഹാനികരമായ വൃക്ഷസസ്യാദികൾ, വിഷകരമായ ഇഴജന്തുക്കൾ, ഉപദ്രവകാരികളായ മൃഗങ്ങൾ അയൽപക്കത്തിന് ഉപദ്രവകരമെങ്കിൽ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആക്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പറമ്പുടമയോടോ പാട്ടക്കാരനോടോ പറമ്പ് വൃത്തിയാക്കാൻ ആദ്യം നിർദ്ദേശം നൽകാം. ഇവർ ചെയ്യാത്ത പക്ഷം പഞ്ചായത്ത് സെക്രട്ടറിക്ക് വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കാം. ഇതിനു വരുന്ന ചെലവുകൾ മുഴുവനായും പറമ്പുടമയിൽ നിന്നും ഈടാക്കാനാണ് സർക്കാർ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.